ബംഗാളിലേക്ക് പോയാൽ അവിടെ പശ്ചിമ ബംഗാളിൽ ചരിത്ര വിജയം നേടി BJP സർക്കാർ രൂപീകരണത്തിലേക്ക് കടന്നു എന്നാണ് അറിയുന്നത്. ഇക്കുറിയും മമതാ ബാനർജിയെ പരാജയപ്പെടുത്തിയ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായേക്കും. ഇക്കാര്യത്തിൽ ഇന്ന് തന്നെ തീരുമാനമെടുത്തേക്കും. മറ്റന്നാൾ നിലവിലെ നിയമസഭയുടെ കാലാവധി തീരുന്നതിനാൽ സത്യപ്രതിജ്ഞ നാളെ തന്നെ ഉണ്ടായേക്കും. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ ചെയ്യുന്നു. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. കൊൽക്കത്തയിൽ നിന്നാണ് ശ്രീനാഥ്. വോട്ടെടുപ്പിന്റെ രണ്ടാം ഘട്ട ദിവസം ഞാൻ വിളിക്കുമ്പോൾ ശ്രീനാഥ് പറയുന്നുണ്ടായിരുന്നു 50%-ലധികം ഹിന്ദു വോട്ടുകൾ BJPക്ക് നേടാൻ. ഇപ്പോൾ അവിടെ അത് ആ വോട്ടിംഗ് കമ്മ്യൂണലായിരുന്നു എന്ന കാര്യം എല്ലാവർക്കും അറിയാം. 50% അധികം വോട്ടുകൾ BJPക്ക് നേടാൻ കഴിഞ്ഞാൽ BJP ഒരിക്കൽ ചിലപ്പോൾ കയറിയേക്കും എന്ന് ശ്രീനാഥ് പറയുന്നുണ്ടായിരുന്നു. ഏതാണ്ട് അതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. ഇനി ബാക്കി ചർച്ചകൾ, TMCക്കകത്തെ ചർച്ചകൾ, തെരുവുകൾ സമരഭരിതമാകാൻ പോകുന്നു വരും ദിവസങ്ങളിൽ. ആകെ ജഗപോകയാണ് ബംഗാളിൽ. ശ്രീനാഥ്, അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് ബംഗാളിലെ സാഹചര്യം. ഇന്നലെ ഇപ്പോൾ രാത്രി പലയിടങ്ങളിലും വലിയ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അസൻസോളിലെ TMC ഓഫീസിന് തീയിട്ടതിന്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞു. അങ്ങനെ പലയിടത്തും സംഘർഷമുണ്ട്. സംഘർഷം വ്യാപിക്കാതിരിക്കാനുള്ള നടപടി ഉണ്ടാവുമോ എന്നത് അറിയേണ്ടിയിരിക്കുന്നു. 77,000-ലധികം കേന്ദ്രസേന ഇപ്പോഴും സംസ്ഥാനത്ത് നിലകൊള്ളുന്നുണ്ട്. ഏതായാലും സംസ്ഥാനം ഞെട്ടിയ ഒരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ്. 200-ന് മുകളിലേക്ക് BJPയുടെ സീറ്റ് നില പോയി എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അപ്രവചനീയമായ ഒന്നായി. എക്സിറ്റ് പോളുകൾ പോലും ആ തരത്തിലൊരു വിജയം BJPക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ തന്നെ വലിയ തോൽവി മമതാ ബാനർജിക്ക് ഭവാനിപ്പൂരിൽ നേരിട്ടു. കഴിഞ്ഞ തവണ നന്ദിഗ്രാമിൽ മമതാ ബാനർജിയെ തോൽപ്പിച്ച സുവേന്ദു അധികാരി ഇത്തവണ നന്ദിഗ്രാമിൽ അദ്ദേഹം മത്സരിച്ച് വിജയിച്ചു. അതുകൂടാതെ ഭവാനിപ്പൂരിലേക്ക് വന്നു. മമതയെ ഇവിടെയും തോൽപ്പിക്കും എന്ന മട്ടിൽ വന്നു. അവിടെ അത് സംഭവിച്ചു. അതും വളരെ നാടകീയമായിരുന്നു. തുടക്കത്തിൽ പോസ്റ്റൽ വോട്ട് എണ്ണിയപ്പോൾ സുവേന്ദു അധികാരി അല്പം മുന്നിലായിരുന്നു. പക്ഷെ പിന്നീട് മമത കയറി വരുന്നത് കണ്ടു. പക്ഷേ ഏതാണ്ട് 12ാമത് റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഏതാണ്ട് 7,000-ലധികം വോട്ടിന്റെ ലീഡായിരുന്നു എന്നതാണ് എൻ്റെ ഓർമ്മ. അത്രയും ലീഡ് മമതാ ബാനർജിക്ക് ഉണ്ടായിരുന്നു. അവിടെ പിന്നീട് വോട്ടിംഗ് കുറച്ച് സമയത്തേക്ക് തടസ്സപ്പെടുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും 3:30 മമതാ ബാനർജി ആ കൗണ്ടിംഗ് സെന്ററിലേക്ക് ഓടിയെത്തുന്നു. അവിടെ പിന്നീട് പുറത്ത് BJP പുറത്ത് അവർ തടയുന്നു. അവിടെ ഒരു സംഘർഷം. അതിനുശേഷം അകത്തേക്ക് പോകുന്നു. സുവേന്ദു അധികാരി എത്തുന്നു. പിന്നീട് നടന്ന കൗണ്ടിങ്ങിൽ ഓരോ റൗണ്ടിലും മമത പുറകോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഏറ്റവും ഒടുവിൽ 15,000-ലധികം വോട്ടുകൾക്ക് മമതാ ബാനർജി പരാജയപ്പെടുകയും ചെയ്തു. ആ മണ്ഡലത്തിൽ, അതായത് ഭവാനിപ്പൂരിൽ തന്നെയാണ് മമതാ ബാനർജി താമസിക്കുന്നത്. ആ മേഖലയിൽ മുൻപുണ്ടായിരുന്ന ശക്തി ചോർന്നു പോകുന്നതിൽ SIRന് കൂടി ഒരു വലിയ പങ്കുണ്ട് എന്നതാണ് മമതാ ബാനർജി ഇന്നലെയും പറഞ്ഞു വെച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ക്ഷോഭത്തോടെ പ്രതികരിക്കുമ്പോഴും അവർ പറഞ്ഞു വെക്കുന്നതിൽ അത് വളരെ പ്രധാനമാണ്. യാഷ്മി, നമുക്കറിയാം 90 ലക്ഷം വോട്ടർമാരാണ് SIR മൂലം വോട്ടിംഗ് അവകാശം ഇല്ലാതെ പോയത്. അതിൽ തന്നെ ഏതാണ്ട് 27 ലക്ഷത്തിലധികം പേർ അപ്പീൽ നൽകിയിട്ടുണ്ട്. ആ മനുഷ്യരിൽ ഏതാണ്ട് ഭൂരിഭാഗം 90%-ലധികം പേരും ഇപ്പോഴും ആ പട്ടികയിൽ നിന്ന് പുറത്താണ് എന്നതാണ് അവസ്ഥ. ഭവാനിപ്പൂരിൽ മാത്രം ഏതാണ്ട് 51,000-ലധികം വോട്ടുകളെങ്കിലും ആ തരത്തിൽ SIR മൂലം ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്നതാണ് സാഹചര്യം. അങ്ങനെയുള്ള ഒരു സാഹചര്യം വിലയിരുത്തിയാണ് തൃണമൂൽ തോൽവിക്ക് തൽക്കാലത്തേക്ക് ഭവാനിപ്പൂരിലെ കാരണം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനൊപ്പം തന്നെ നോൺ ബംഗാളീസ്, അതായത് ബംഗാളികളല്ലാത്തവരുടെ വോട്ട് കൂടി ഭവാനിപ്പൂരിൽ BJPക്ക് അത് നേരത്തെ തന്നെ അവർക്ക് ഉറപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഒപ്പം തന്നെ ഹിന്ദു വോട്ടുകൾ പരമാവധി ഏകീകരിക്കാൻ ശ്രമിച്ചു BJP. അത് തന്നെയാണ് ഇന്നലെയും സുവേന്ദു അധികാരി പോളിംഗ് ദിനത്തിലും അത് തന്നെയാണ്. ശ്രീനാഥ് തന്നെ ഇടയ്ക്കൊരു ദിവസം പറഞ്ഞ കണക്ക് ബംഗാളിൽ സംഭവിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഡ്രാസ്റ്റിക്കായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ശതമാനം കുത്തനെ ഇടിയുന്ന കാഴ്ച നേരത്തെ പല കണക്കുകൾ വെച്ച് ശ്രീനാഥ് പറഞ്ഞിരുന്നു. നേരത്തെ ഒരിക്കൽ ഫോണിൽ സംസാരിച്ചപ്പോൾ CPM സംഭവിച്ച കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ബംഗാളിലെ അവിടെ രാഷ്ട്രീയത്തിന്റെ പാർട്ടിയാണെങ്കിൽ TMCക്ക് ഭയക്കാനുണ്ട് ശ്രീനാഥ്. അക്ഷരാർത്ഥത്തിൽ അതുണ്ട്. കാരണം നമുക്കറിയാം 2000-ന് മുന്നേ ഈ TMCയുടെ വളർച്ചയുടെ തുടക്കം മുതൽ നോക്കിയാൽ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അപ്പാടെ തകർത്തുകൊണ്ട് TMC വലിയ വിജയം നേടുന്നു. പിന്നീട് ഘട്ടം ഘട്ടമായി ഇടതുപക്ഷത്തിന്റെ ഇടിവ്. അതിൽ ഒരു ഘട്ടത്തിൽ 2016 മുതൽ 2021 കണക്ക് വന്നപ്പോൾ BJP പെട്ടെന്ന് ഒരു വലിയ വളർച്ച. 38% ഉണ്ടായിരുന്ന വോട്ട് ശതമാനത്തിൽ നിന്ന് 5%-ലേക്ക് ഇടതുപക്ഷം താഴുന്നത് കണ്ടു. അങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പിന്റെ വ്യത്യാസത്തിൽ വലിയ മാറ്റങ്ങൾ ബംഗാളിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ആ ഒരു കണക്ക്. BJP അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. 2016-ൽ 3 സീറ്റ് ഉണ്ടായിരുന്നത് പെട്ടെന്ന് അത് 77 ആവുന്നു. അവിടെ നിന്ന് പെട്ടെന്ന് 200-ന് മുകളിലേക്ക് സീറ്റ് പോകുന്നു എന്ന് പറയുന്നത് അത് ഡ്രാസ്റ്റിക്കായ സാധാരണ സംസ്ഥാനങ്ങളിൽ സംഭവിക്കാത്തത്. പക്ഷെ ഒരുപക്ഷെ തമിഴ്നാട്ടിൽ നമ്മൾ അതുപോലെ ഒന്ന് ഇത്തവണ കണ്ടു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ബംഗാളിൽ കഴിഞ്ഞ കുറേ നാളുകളായി അത് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. അത് ഇത്തവണ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഇനി ഇപ്പോൾ മുന്നോട്ടുള്ള യാത്രയിൽ 80-ന് മുകളിൽ സീറ്റ് പിടിക്കാൻ കഴിഞ്ഞെങ്കിലും മുന്നോട്ടുള്ള യാത്രയിൽ തൃണമൂലിന് ആ ഒരു കണക്ക് ഭയക്കാനുണ്ട്. കാരണം പിന്നീട് പാർട്ടികൾ താഴേക്ക് പോകുന്നതാണ് അങ്ങനെ ഒരു തിരിച്ചടി
നേരിട്ടതിന് ശേഷം ബംഗാളിൽ പിന്നീട് താഴേക്ക് പോകുന്നതാണ് സമീപകാലത്തെ ചരിത്രം. അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഫലം വലിയ ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. അവർക്ക് ഈ തിരിച്ചടിയിൽ നിന്ന് കരകയറുക എളുപ്പമല്ല. കാരണം ബംഗാളിലെ ഒരു ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം BJPക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞു. 2021 50% ഹിന്ദു വോട്ടുകൾ BJPക്ക് പോയെങ്കിൽ ഇത്തവണ അതിൽ കൂടുതൽ ഉണ്ടാവും എന്നതാണ് BJP പ്രതീക്ഷിച്ചത്. അതിനുവേണ്ടിയാണ് ശ്രമിച്ചത്. പരസ്യമായി അത് തന്നെയാണ് പറഞ്ഞത്. ഇന്നലെയും സുവേന്ദു അധികാരി അതാണ് പറഞ്ഞത്. അത് തന്നെ സംഭവിച്ചിട്ടുണ്ടാകാം എന്നൊരു വിലയിരുത്തലുണ്ട്. ഒപ്പം SAR വലിയ ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്, ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട് എന്നത് ഭവാനിപ്പൂർ അടക്കമുള്ള കണക്കുകൾ വെച്ച് സമർത്ഥിക്കാനും കഴിയും. അങ്ങനെ ഈ ഒരു തിരിച്ചടി മറികടക്കുക, വരും തെരഞ്ഞെടുപ്പിൽ മറികടക്കുക തൃണമൂലിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമല്ല. ഏതായാലും തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 200 മുകളിൽ സീറ്റ് BJP നേടി. ഇനിയിപ്പോൾ BJPക്ക് സർക്കാർ രൂപീകരണത്തിലേക്ക് പെട്ടെന്ന് കടക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ മറ്റന്നാളാണ് ഈ നിലവിലെ നിയമസഭയുടെ കാലാവധി തീരുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ മുഖ്യമന്ത്രി ആരെന്നുള്ള കാര്യം തീരുമാനമായേക്കും. സുവേന്ദു അധികാരിയുടെ പേര് ആദ്യ പട്ടികയിലുണ്ട്. പക്ഷേ നമുക്കറിയാം 2021 നരോദ ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ നമ്മൾ കണ്ടതാണ്. അതിൽ ഈ കൈക്കൂലി നേരിട്ട് വാങ്ങുന്നത് ദൃശ്യങ്ങളിലൂടെ ലോകം കണ്ടതാണ്. അങ്ങനെ ഒരു അഴിമതിയുടെ കറ സുവേന്ദു അധികാരിക്ക് മുകളിലുണ്ട്. പിന്നീടുള്ളത് രൂപ ഗാംഗുലിയാണ്. മഹാഭാരതം സീരിയലിൽ ദ്രൗപദിയായൊക്കെ അഭിനയിച്ച വളരെ പോപ്പുലറായ ഒരു സ്ഥാനാർത്ഥി. ഒപ്പം ദിലീപ് ഘോഷിനെ പോലെയുള്ള നേതാക്കളുണ്ട്. 2021 BJP ഒരു മുഖ്യ പ്രതിപക്ഷമായി മാറ്റുന്നതിൽ, ഈ സംസ്ഥാനത്തെ ഇക്വേഷൻസ് ഒക്കെ മാറ്റി മുഖ്യ പ്രതിപക്ഷം മാറ്റുന്നതിൽ ദിലീപ് ഘോഷിന് വലിയ പങ്കുണ്ട്. അങ്ങനെ 5ഓളം നേതാക്കളുടെ ഒരു പട്ടികയുണ്ട്. അതിൽ തന്നെ ഒരുപക്ഷെ വനിതാ പ്രാതിനിധ്യമാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ വനിതകൾക്ക് കൂടുതൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നതാണ് ഈ വനിതാ സംവരണ ബില്ലടക്കം ചർച്ചയാവുന്ന കാലത്ത് അങ്ങനെ ഒരു തീരുമാനം BJP എടുത്താൽ രൂപ ഗാംഗുലി അടക്കമുള്ളവർക്ക് സാധ്യത തെളിയും. ഓക്കെ, അപ്പോൾ ബംഗാളിലായിരുന്നു ശ്രീനാഥ് ചന്ദ്രൻ ഈ ദിവസങ്ങൾ. അത്രയും ബംഗാളിൽ അവിടുത്തെ ട്രെൻഡൊക്കെ കൃത്യമായി തന്നെ നമ്മൾ ഫോണിൽ വിളിക്കുമ്പോൾ ശ്രീനാഥ് കൃത്യമായി തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ് ശ്രീനാഥ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.